ഗായ്സ് ഇന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ തലേ ദിവസം നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റും മഴയൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. കുറച്ച് സമയമൊക്കെ പിടിച്ചു. അപ്പോൾ മഴയത്ത് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നൂലപ്പവും തേങ്ങാപ്പാലും ആയിരുന്നു ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിന് 1.5 ഗ്ലാസ് അരിയും കുറച്ച് ഉലുവയും ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. ഞാനും സിത്തുവാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിക്കേക്ക് വരെയുള്ള ചോറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്ത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ 1.5 ഗ്ലാസ് അരിയിലേക്ക് ഞാൻ 2.25 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാവും. ഇത് റേഷൻ അരിയാണ്, അപ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഒരു മയത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് വേവാൻ വെച്ചു കേട്ടോ. പിന്നെ അതേ സമയത്ത് ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൊരിച്ച് വെച്ച പപ്പടം പാത്രത്തിലേക്ക് മാറ്റി പിന്നെ കുറച്ച് തലേ ദിവസത്തെ ദോശ ബാക്കിയുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ചോല കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തന്നായിട്ട് ചോല ഉണ്ട്, ചെറിയൊരു ചോല. നമ്മൾ ചോലയായിട്ട് കെട്ടിയിട്ടൊന്നുമില്ല, ചെറിയൊരു ചോല ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ ചോല. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. സംഭവത്തിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പിന്നെ നമ്മൾ ചോലൊക്കെ കണ്ട ശേഷം വീട്ടിലെത്തി നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചൊക്കെ കൂട്ടിയിട്ട് ചോറങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.